എന്താ ബാലേട്ട, എന്ത് പറ്റി? അല്ല, എന്തോ ഉണ്ട്, എന്നോട് പറയില്ലേ? നിന്നെ ഒന്ന് കളിപ്പിച്ചതല്ലേ പെണ്ണെ? ഒരു കളിപ്പിക്കലേ. ആ പിന്നെ മാഡം, ഒരു കപ്പ് കാപ്പി. ദാ വരുന്നു. തന്നോട് വളപ്പി കയറാമെന്ന് പറഞ്ഞിട്ടില്ല. ഓ, അയാളുടെ ഒരു വളപ്പ്. ഒരു സൈക്കിളല്ലേ കൊണ്ടുവന്നുള്ളൂ, അപ്പൊ ഒരു ലോറി കൊണ്ടുവന്നെങ്കിലാ. പറട്ടെ, ഞമ്മ ദുബായി പോയിട്ട് വരട്ടെ. എടാ ബാല, നിന്റെ ഈ പടിക്കെട്ട് തള്ളി കയറ്റാനുള്ള ആരോഗ്യം ഞമ്മക്കില്ല. നീ ഇന്നലെ അന്വേഷിച്ചു വന്നത് എന്തിനാണ്? ആ, നല്ല ചായ. എന്താ? പ്രിയപ്പെട്ട ബാലനും കുട്ടിയാലിക്കാക്കും എന്റെ ഇവിടുത്തെ പാർട്ട്ണർ പലർക്കും കള്ളച്ചക്ക് കൊടുത്ത് പല വെട്ടിപ്പുകളും നടത്തി കടന്നു കളഞ്ഞിരിക്കുകയാണ്. എല്ലാം ബിസിനസിന്റെ പേരിലായതിനാൽ ഞാനും കുടുങ്ങി. എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇവിടുത്തെ നിയമങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ കർശനമാണ്. ഏത് നിമിഷവും ഞാൻ ജയിലിലാവാൻ പാല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉമ്മയ്ക്കും സാബറയ്ക്കും നിങ്ങളേ ഉള്ളൂ. അവരെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അന്വേഷിക്കണം. ഇക്കാര്യം ഒന്നും അറിയിക്കരുത്. ഈ നാട്ടിൽ തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടാറില്ല. ആ സമാധാനം മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയൊക്കെ പടച്ചവൻ തീരുമാനിക്കും പോലെ. സ്വന്തം ഷരീഫ്. നമുക്ക് എന്ത് ചെയ്യാനാവും കുട്ടികൾക്ക്? ബാല, നമുക്ക് ഷെരീഫിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഒന്നും അവരെ അറിയിക്കരുതെന്നല്ലേ അവൻ എഴുതിയിരിക്കുന്നത്? അറിയിക്കാനല്ല, അന്വേഷിക്കാൻ. വാ. ഉടനെ ഞാനങ്ങ് വരും. നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോരാൻ. നിർത്തട്ടെ. സ്വന്തം മകൻ ഷെരീഫ്. പ്രിയപ്പെട്ട. നിർത്ത. എല്ലാം പടച്ചവന്റെ നിശ്ചയമാ. ബാക്കി നിനക്കുള്ളതാ. നീ കൊണ്ടുപോയി വായിച്ചു. വരി വരി വരി. എന്റെ മോന് നല്ല കാലമാ. കച്ചവടത്തിൽ ഒത്തിരി ലാഭം കിട്ടി. ഇരിക്കേ കുട്ടിയാലി, മോനെ ഇരിക്കേ. കൂട്ടുകാർക്കുള്ള വിസയൊക്കെ ശരിയായിട്ടുണ്ടെന്ന് കത്തിലുണ്ട്. പെട്ടെന്ന് പോയതേ കച്ചവടത്തിൽ ഒത്തിരി ലാഭം കിട്ടിയോണ്ടാ. അവിടെ പോയിട്ട് താമസ സൗകര്യം ഒക്കെ ശരിയാക്കിയിട്ട് ഇവളെ കൂടെ കൊണ്ടുപോവാന്നാ ദേ കത്ത് വന്ന്. അതെന്താ കുട്ടിയാലി, ഒരു നല്ല വർത്താനം കേട്ടപ്പോ കരയണത്? കുട്ടികൾക്ക് ഇങ്ങനെയാ, സങ്കടം വന്നാലും സന്തോഷം വന്നാലും കരയും. കുട്ടികൾക്ക് വരട്ടെ. പോട്ടെ. ആ കുട്ടികളുടെ ഒരു സ്നേഹം കണ്ടോ മോളെ? കുട്ടിയേക്കാ, പിന്നീന്ന് വിളിക്കല്ല പായ. ഒരു നല്ല വഴിക്ക് പോവുക. വൈകിട്ട് കാണാ. അല്ല ബാല, ഷെരീഫിന്റെ കാര്യം നമുക്ക് സണ്ണിയെ അറിയിക്കണ്ടേ? വേണ്ട, അവന്റെ മനസ്സിൽ ഒന്നും ഇരിക്കില്ല. ഒടുവിൽ നാട് മുഴുവൻ പാട്ടാവും. നാട്ടിലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാമായിരുന്നു. എന്റെ മനസ്സിലും അത് തന്നെയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കുട്ടിയേലിക്ക, അല്ലാതെ എന്ത് ചെയ്യാൻ? അമ്മയും നളിനി എന്ത് ചെയ്യും? വടക്കു വശത്തുണ്ട്. ബാല, എന്താ ഇരിക്കും. നമ്മൾ പറയാം. നമ്മുടെ സിത്താര ഹോട്ടലില് കുറെ വിസയായിട്ട് ഒരു പാർട്ടി വന്നിട്ടുണ്ട്. നല്ല ഡീസന്റ് പാർട്ടി. കാലത്തെ തിരക്ക് പിടിച്ച് നമ്മൾ അവരെ കാണാൻ വേണ്ടി പോയതാണ്. ബോംബായിന്ന് ടെലഗ്രാം വരുമ്പോ 10,000 രൂപയും കൂടി നമ്മൾ അവിടെ എത്തിയാൽ മതി. അതിന് വിസ എവിടേക്കാ? ദുബായിലേക്ക്, നമ്മുടെ ഷെരീഫിന്റെ നാട്ടിലേക്ക്. ദുബായിലേക്കോ? അതല്ലേ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് കൊടുത്തിട്ട് പോന്നത്. അമുക്കേ എങ്കിൽ എങ്ങനെയെങ്കിലും പോണം കുട്ടികൾക്ക്. നമ്മളിവിടെ അവിടെ ചെന്നാൽ അവന് വലിയ ആശ്വാസമാവില്ലേ? മോനെ, ഹോട്ടലിൽ വലിയ തിരക്കാണെന്ന്. ഉച്ച കഴിഞ്ഞ് നമുക്ക് പോവാം. ഒരു മെക്കാനിക്കിനെയും വേണോന്ന് പറയുന്ന കേട്ട് അയാളുടെ സ്വന്തം വർക്ക്ഷോപ്പിലേക്ക്. തന്നോട് ഞാൻ ടെലഗ്രാം തരുമ്പോ ബോംബെക്ക് വരണമെന്നല്ലേ പറഞ്ഞത്? അല്ല, ഒരു മെക്കാനിക്കിനെ വേണോന്ന് പറഞ്ഞു. അതിന് ഇയാളൊരു നല്ല മെക്കാനിക്കാണ് സാർ. പാസ്പോർട്ട് ഉണ്ടോ? ഉണ്ട്, ഇട്ട്.
ഇന്റർവ്യൂ നിർത്തിയിട്ടാണ് പാസ്പോർട്ട് വാങ്ങിച്ചതെന്ന് ബോസിനോട് പറയും. ശരി എന്നാലും അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കും. പതറാ ഉത്തരം പറയണം. ശരി ബാക്കിക്കാരൻ ഞാൻ നോക്കിക്കോളാം. എന്നാ പൊയ്ക്കോ. ഓ അടിച്ചടാ കോള്.